പാഠം 344 ഒരു അന്ധവിശ്വാസ കഥ. ഇതെന്തുപറ്റി? രാവിലെ പത്രം വായിക്കാനൊക്കെ തുടങ്ങിയോ? വളരെ നല്ലതാ, ബുദ്ധി ഉണ്ടാവും. പത്രം വായിക്കുമ്പോഴാണ് ആളുകൾക്ക് ബുദ്ധി ഉണ്ടാവുന്നത്. അതെന്തായാലും എനിക്കൊരു പുതിയ അറിവാ. പത്രം വായിച്ചാ പോരാ, വായിക്കേണ്ടത് വായിക്കണം. കൊലപാതകത്തിന്റെയും പിടിച്ചുപറിയുടെയും വാർത്തകൾ മാത്രം വായിച്ചാ ഗുണത്തെക്കാൾ ഉപരി ദോഷമേ ചെയ്യൂ. ഞാൻ വായിച്ച അതൊന്നുമല്ല മോഹനേട്ടാ. അമേരിക്കയുടെ ബഹിരാകാശ വകുപ്പിൽ കാലങ്ങളായിട്ടുള്ളൊരു ശീലത്തെക്കുറിച്ച് നല്ല രസമുള്ളൊരു വാർത്തയുണ്ട് ഇതില്. നാസയിൽ നിന്ന് റോക്കറ്റോ ഉപഗ്രഹങ്ങളോ വിക്ഷേപിക്കുന്നതിന് മുന്നേ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ കടല തിന്നുവെന്ന്. റോക്കറ്റ് തമ്മിൽ എന്താ ബന്ധം? അതല്ലേ തമാശ. വർഷങ്ങൾക്ക് മുന്നേ നാസ ബഹിരാകാശത്തേക്ക് അയച്ച 2 ഉപഗ്രഹങ്ങളും ലക്ഷ്യം സാധിക്കാതെ കടലിൽ വീണു. 3ാമത്തെ പ്രാവശ്യം ഉപഗ്രഹം വീണ്ടും വിക്ഷേപിക്കാൻ ഒരുങ്ങുന്ന സമയം. ഭയങ്കര ടെൻഷനായിരുന്നു എല്ലാവർക്കും. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നാണക്കേടാവുമല്ലോ. പലരും അവർക്കറിയാവുന്ന ദൈവങ്ങളെ എല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ മുതിർന്നൊരു ശാസ്ത്രജ്ഞൻ ടെൻഷൻ ഒഴിവാക്കാനായി അമ്മൊന്ന് കടല കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൗണ്ട് ഡൗൺ കഴിഞ്ഞു. ഉപഗ്രഹം വിക്ഷേപിച്ചു. കടല കുറച്ചുകൊണ്ട് തന്നെ ആ ശാസ്ത്രജ്ഞൻ ഉപഗ്രഹത്തിന് പോക്ക് നോക്കിയിരുന്നു. വിക്ഷേപണം വിജയമായി. അതിനുശേഷം നാസയിൽ നിന്ന് എപ്പോ ഉപഗ്രഹം വിക്ഷേപിച്ചാലും അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർ അന്നൊന്ന് ഇങ്ങനെ കടല കുറിക്കുന്ന ഒരു ശീലമാക്കി. കഷ്ടം. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത സാധാരണ മനുഷ്യരെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ശാസ്ത്രജ്ഞന്മാർ യാതൊരു യുക്തിയുമില്ലാത്ത ഒരു അന്ധവിശ്വാസത്തെ പിന്തുടരുന്നു. ഇവരൊക്കെ പരമവിഡ്ഢികളാ. അങ്ങനെ പറയല്ലേ മോഹനേട്ടാ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. അത് മറ്റുള്ളവർക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നുമായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ അവനവന്റെയോ മറ്റുള്ളവരുടെയോ ബുദ്ധിക്കോ ആരോഗ്യത്തിനോ ദോഷമില്ലാത്ത എന്ത് വിശ്വാസവും കൊണ്ടു നടക്കാവുന്നതാണ്. ഉദാഹരണത്തിന് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് കുറച്ച് കടല തിന്നുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തൊരു ദോഷം ഉണ്ടാവുന്നുണ്ടോ? പക്ഷേ കടല തിന്നില്ലെങ്കിൽ വിക്ഷേപണം പരാജയപ്പെടുമെന്നോ കടല തിന്നതുകൊണ്ട് മാത്രം വിക്ഷേപണം വിജയിക്കുമെന്നോ കരുതുന്നത് അന്ധവിശ്വാസമാണ്. പാവശാസ്ത്രജ്ഞന്മാർ ഒരുപാട് കഷ്ടപ്പെടുന്നതല്ലേ, അവരെ കുറച്ച് കടൽ തിന്നോട്ടെ. പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾ അത് കണ്ടുപിടിക്കുന്നതാണ് ദോഷം. പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പഠിക്കാവൂ എന്ന് പഠിപ്പിക്കുന്നതാണ് ശരിയായ പഠിത്തം. മനുഷ്യൻ നൂറ്റാണ്ടുകളായി ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്നുണ്ട്. ദോഷമില്ലാത്തതിന് തിരുത്താൻ നോക്കണ്ടെന്നേ. അതൊക്കെ അവരവരുടെ ആത്മവിശ്വാസത്തിന്റെ ഭാഗമല്ലേ. വക്കീലായിട്ട് ഒരു ഗുണമുണ്ട്. എന്ത് വിവരക്കേടും വളച്ചൊടിച്ച് ന്യായീകരിച്ചു കളയും. കഷ്ടം. സമയമായല്ലോ. എവിടെ പോയി? ഇതിനകത്താണല്ലോ വെക്കാറുള്ളത്. ഭാമേ, ഭാമേ, എന്താ മോനേട്ടാ? എന്റെ പേഴ്സ് എവിടെ? പേഴ്സോ? ഞാൻ എടുത്തിട്ടില്ല. കള്ളം പറയരുത്. നീ എടുക്കാൻ പോനാ? ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് സത്യമാണ് മോനേട്ടാ. മോനേട്ടാ അത് എവിടെയാ വെച്ചേ? ഞാനത് ഇന്ന് ഈ ബാഗിനകത്താണല്ലോ വെക്കുന്നത്. ഇന്നലെ വൈകിട്ട് ആഫീസിൽ വന്നപ്പോ ഈ ബാഗ് ഇവിടെ വെച്ചതാ. അത് കഴിഞ്ഞ് ഇതിനകത്ത് പേഴ്സ് എടുത്തിട്ടേ ഇല്ല. മോഹനേട്ടൻ എടുക്കാതെ മോഹനേട്ടൻ പേഴ്സ് എവിടെ പോവാനാ? എന്തായാലും ഞാൻ എടുത്തിട്ടില്ല. ഈ വീട്ടിൽ നമ്മൾ 2 പേരേ ഉള്ളൂ. പുറത്ത് നിന്ന് ഒരാൾ ഇവിടെ വന്നിട്ടുമില്ല. പിന്നെ എങ്ങനെയാ പേഴ്സ് കാണാതെ പോകുന്നത്? എന്താ ഇറങ്ങി നടന്ന് കൃഷ്ണഗുരുയുടെ കടയിൽ ചായ കുടിക്കാൻ പോയോ? പേഴ്സ് മോഹനേട്ടൻ്റെതായതുകൊണ്ട് ചിലപ്പോൾ ചായ കുടിക്കാൻ പോയതായിരിക്കും. മോഹനേട്ടാ, എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ തനിയെ കണ്ടുപിടിക്കണം. എന്നെ ശല്യപ്പെടുത്തല്ലേ. ഇവിടെ കൊണ്ടുവച്ചു. ഇതിനകത്ത്
തന്നെ വീണ്ടും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഒന്നും കൊണ്ടുവെക്കുന്ന പതിവില്ല. എന്നാലും കുന്തം പോയ കുടത്തിലും തപ്പണമെന്നാണല്ലോ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ നീ ഇവിടെ ഒന്ന് ഫയൽ നോക്കിക്കൊണ്ടിരിക്കണം. എന്റെ പേഴ്സ് അവിടെ നിന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ മോഹനേട്ട ഇത്? മോഹനേട്ടന്റെ പേഴ്സ് മോഹനേട്ടൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. ഞാൻ ആ സാധനം കണ്ടിട്ട് വർഷങ്ങളായി. സാധാരണ മനുഷ്യര് പേഴ്സ് പോക്കറ്റിട്ടിട്ടാണ് നടക്കുക. മോഹനേട്ടൻ അതും ചെയ്യാറില്ല. പേഴ്സ് ബാഗിലിട്ടിട്ടാണ് നടക്കാറ്. അപ്പൊ പിന്നെ ആ പേഴ്സ് എവിടെ പോയാലും അത് മോഹനേട്ടൻ തന്നെ ആയിരിക്കില്ലേ കൊണ്ടുവച്ചിട്ടുണ്ടാവുക. ഞാൻ വെക്കുന്ന സ്ഥലത്തൊന്നും കണ്ടില്ലല്ലോ. അപ്പൊ പിന്നെ നീ അല്ലാതെ വേറെ ആരെടുക്കാനാ? ആ മോഹനേട്ടാ, മലയാളത്തിൽ ഞാൻ പറഞ്ഞു പേഴ്സ് ഞാൻ കണ്ടിട്ടില്ല എന്ന്. മോഹനേട്ടൻ അങ്ങനെ ഒരു പേഴ്സ് ഉള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി. പിന്നെ എങ്ങനെ ഞാൻ പേഴ്സ് എടുക്കാനാ? ഇതിന് മാത്രം ടെൻഷൻ അടിക്കാൻ എന്താ ഉള്ളത് മോഹനേട്ടാ? അത് ഈ വീട്ടിൽ എവിടെയെങ്കിലും കാണും. ഇല്ലെങ്കിൽ ആഫീസിൽ എങ്ങനെ വെച്ച് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ എങ്ങനെ പോയി നോക്കാന്നല്ലാതെ രാവിലെ എന്റെ മെക്കിട്ട് കയറിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, അതിനകത്ത് എത്ര രൂപ ഉണ്ടായിരുന്നു? ആ എന്തായാലും ഒരുപാടൊന്നും കാണില്ലല്ലോ. അന്നന്ന് ജീവിക്കാനുള്ള കാശല്ലേ മോഹനേട്ടനെ കാണൂ. ഇന്ന് 5-ാം തീയതിയാണ്. സഹകരണ ബാങ്കിലിടാനുള്ളത് 3-ാം തീയതി ഇട്ട് കാണും. കറണ്ട് ചാർജ്, ഫോൺ ബില്ലും അടച്ചു. മാധവൻകുട്ടിയുടെ പലചരക്ക് കടയിലെ പറ്റ് ഇന്നലെ തീർത്തു. പാലിന്റെയും പത്രത്തിന്റെയും കാശ് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എന്തുണ്ടാവും? നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. ആ പേഴ്സിനെ കിട്ടിയേ പറ്റൂ. അതിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ചില സാധനങ്ങളുണ്ട്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും മോഹനേട്ടാ. എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മോഹനേട്ടൻ ഞാൻ രാവിലെ ചായ ഉണ്ടാക്കി തന്നു, കഴിക്കാൻ ഉണ്ടാക്കി തന്നു, ഷർട്ടും മുണ്ടും തേച്ച് തന്നു. ഇനിയെങ്കിലും ഞാൻ എന്റെ ജോലി ചെയ്യാനിരിക്കുമ്പോ പേഴ്സ് കണ്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ശല്യപ്പെടുത്താൻ വരുന്നത് ശരിയാണോ? പക്ഷെ ആ പേഴ്സ് പോയ പ്രശ്നമാണ്. അത് മോഹനേട്ടന്റെ പ്രശ്നമല്ലേ? അപ്പൊ മോഹനേട്ടൻ തന്നെ അങ്ങ് അന്വേഷിക്കുക. ഇനി ഇത് പറഞ്ഞ എന്റെ പിന്നാലെ നടക്കരുത്. സാറേ, ഉത്തമനോട് പറഞ്ഞാൽ പേഴ്സ് തപ്പാൻ സഹായിക്കും. ശരി. നമസ്കാരം സാർ. രാമൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എനിക്ക് ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിൽ ഓർമ്മയില്ലെന്നാണോ ഉത്തമൻ പറഞ്ഞു വരുന്നത്? അയ്യോ, അങ്ങനെയല്ല സാറേ. സാറ് വളരെ തിരക്കുള്ള ഒരു വില്ലേജ് ഓഫീസർ അല്ലേ? 100 കൂട്ടം കാര്യങ്ങളാണല്ലോ ഈ തലയില്. അതുകൊണ്ട് എല്ലാം എപ്പോഴും ഓർക്കണമെന്നില്ലല്ലോ. രാമൻകുട്ടിയുടെ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തന്നത് ഞാനാണ്. അപ്പൊ അക്കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാന്ന് കരുതി. എന്റെ വക ഒരു ചെറിയ സഹായം. അങ്ങനെയാണെങ്കിൽ എന്റെ പേഴ്സ് എവിടെയാണെന്ന് എന്നെ ഓർമ്മിപ്പിക്കും. പേഴ്സോ? ഓർമ്മിപ്പിക്ക്. പേഴ്സോ സാറേ? എന്റെ ബാഗിനുള്ളിൽ ഞാനൊരു പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും ബാഗിൽ തന്നെ വെക്കുന്നതാണ്. ഇപ്പൊ നോക്കുമ്പോ പേഴ്സ് കാണാനില്ല. വക്കീലിനോട് ചോദിക്കും സാറേ. വക്കീലിനോടൊക്കെ ചോദിച്ചു, പക്ഷെ അവള് കണ്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ വീടിനകത്തുനിന്ന് ഒരു പേഴ്സ് ആരെടുത്തോണ്ട് പോവാനാണ്? പിന്നെ ഞാൻ പറയുന്നുണ്ട് സാർ, വേറെ ഒന്നും വിചാരിക്കരുത്. മിക്കവാറുള്ള പെണ്ണുങ്ങൾക്ക് ഒരു ദുശീലമുണ്ട്. ഭർത്താവ് അറിയാതെ ഭർത്താവിന്റെ പേഴ്സ് അടിച്ചു മാറ്റുക, പേഴ്സിനകത്തെ കാശടിച്ചു മാറ്റുക എന്നുള്ളത്. അതുപോലെ എങ്ങാനും ഇതൊക്കെ എങ്ങനെ അറിയാം? അല്ല, ഞാനത് വക്കീലിനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഈ സകല ഭാര്യമാരെയും പറ്റി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ സാന്ദർഭികമായി ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുമല്ല, വക്കീലിനിപ്പോ സാറിന്റെ പേഴ്സിലെ കാശടിച്ചു മാറ്റേണ്ട കാര്യം എന്തോന്ന്? സ്വന്തമായിട്ട് മുടിഞ്ഞ വരുമാനല്ലേ. അങ്ങനെ വലിയ വരുമാനമൊന്നുമില്ല. വെറുതെ ചെലവ് നടന്നു പോകും. എനിക്ക് അത് മതി. കേട്ടോ ഉത്തമ, പേഴ്സ് കാണുന്നില്ല എന്ന് പറയുമ്പോ അതിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടായിരുന്നൊന്നും തെറ്റിദ്ധരിച്ചേക്കല്ലേ. വല്ല 100-200 രൂപ ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ ഈ മോനഷ്ടാനം പൈസയുടെ ആവശ്യം എന്താണ്? ഇവിടുന്ന് ആഫീസ് വരെ നടന്നു പോകും, തിരിച്ചും നടന്നു വരും. വണ്ടിക്കൂലി ഇനത്തിൽ 10 പൈസ മുടക്കി. ആഴ്ചയിലൊരിക്കൽ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയെന്ന് ഒരു ചായ 7 രൂപ. അത് കൊടുത്തില്ലെങ്കിൽ കൃഷ്ണൻകുട്ടി ഒന്നും പറയില്ല. വില്ലേജ് ഓഫീസർ അല്ലേ? നാളെ ഒരു ആവശ്യം വന്നാലോ? പിന്നെ വെയിലത്ത് നടന്ന് ദാഹിച്ച് തളർന്ന് ബോധം കെട്ടാലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങ വെള്ളം ഉപ്പിട്ട് 5 രൂപ. ഇതാണ് ആകെയുള്ള ചെലവ്.
അപ്പൊ പിന്നെ പേഴ്സിൽ അതിനുള്ള കാശ് സൂക്ഷിച്ചാ പോരെ? പിന്നെ അത് മതി, അത് മതി. ഞാൻ നിന്നോട് പറഞ്ഞു ആ പേഴ്സിൽ വളരെ വിലപിടിപ്പുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന്. നിന്ന് പ്രസംഗിക്കുന്ന നേരത്തെ ആ പേഴ്സ് എപ്പോഴേക്കാ നോക്ക്. എനിക്ക് നേരമില്ല. സാർ, ഉത്തമ ഭാവം പറഞ്ഞ പോലെ അല്ല. ആ പേഴ്സ് എനിക്ക് കിട്ടിയേ പറ്റൂ. അത് നഷ്ടപ്പെട്ടു പോയ പ്രശ്നമാണ്. സാർ ഒരു കാര്യം ചെയ്യ്, ഒന്നുകൂടി ഒന്ന് നോക്ക്. ഇവിടെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ സാധാരണ വെക്കുന്നിടത്തൊന്നും അതില്ല. പിന്നെ അതെവിടെ പോവാനാണ്? സാറേ, ഇന്നലെ ആപ്പീസിൽ പോകുമ്പോ സാറിന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നോ? ഇന്നലെ പോകുമ്പോ നമസ്കാരം. നമസ്കാരം. ഗോവിന്ദൻകുട്ടി കണ്ടത് നന്നായി. ഇന്നലെ ബാലചന്ദ്രന്റെ ഭൂമി അളക്കാൻ ചെന്നപ്പോ ഞാൻ ഗോവിന്ദൻകുട്ടിയുടെ കടയിൽ നിന്ന് ഒരു നാരങ്ങ വെള്ളം കുടിച്ചായിരുന്നു. അത് ശരി. ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യയായിരുന്നു അപ്പൊ കടയിൽ. അതിന് ഞാനൊരു 50 രൂപ നോട്ട് കൊടുത്തപ്പോ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ പറഞ്ഞു ചില്ലറ ഇല്ല എന്ന്. അയ്യോ, അതുകൊണ്ട് പൈസ കൊടുക്കാൻ പറ്റിയില്ല. 5 രൂപ. അയ്യോ, അത് കുഴപ്പമില്ല സാർ. 5 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ. അത് സാരമില്ല. 5 രൂപയ്ക്ക് 5 രൂപയുടെ വിലയുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു നാരങ്ങ വെള്ളത്തിന് 5 രൂപ വിലയായത്. ഇത് ഞാൻ തരാതിരുന്നാൽ ചിലപ്പോ ഗോവിന്ദൻകുട്ടി വിചാരിക്കും കെ മോഹനേഷ് സാർ പറ്റിച്ചിട്ട് പോയതാണ്. അയ്യോ, അങ്ങനൊന്നുമില്ല. ആരോടെങ്കിലും വെറുതെ സംസാരിക്കുമ്പോ വില്ലേജ് ഓഫീസർ മോഹനേഷ് സാറ് കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് കാശ് തരാതെ പോയി എന്ന് ഗോവിന്ദൻകുട്ടി അറിയാതെങ്ങാനും പറഞ്ഞു പോയാലോ? പിടിക്കേ വേണ്ട ഗോവിന്ദൻകുട്ടി, പിടിക്ക. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ പേഴ്സ് കയ്യിലുണ്ടായിരുന്നുള്ള കാര്യം ഉറപ്പായി. ഇനി സാറൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നലെ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വെച്ച് ആ പേഴ്സ് ബാഗിൽ നിന്ന് എടുത്തായിരുന്നോ? എന്റെ ഓർമ്മയിലില്ല. ശരി, അപ്പൊ അത് വിട്ടുകളാ. ആഫീസിൽ ചെന്നപ്പോ എന്തായാലും ബാഗ് അവിടെ വെച്ച് കാണുമല്ലോ. അപ്പൊ പേഴ്സ് ബാഗിലുണ്ടായിരുന്ന? അങ്ങനെ ചോദിച്ചാ ഉണ്ടായിരുന്നു ഉത്തമ. കാഞ്ചനയ്ക്ക് അതിൽ നിന്ന് ഞാൻ 20 രൂപ കൊടുത്തതാണ്. സർ, എന്താണ്? പൊസിഷൻ സർട്ടിഫിക്കറ്റിനുള്ള ഒരു ഒറ്റ അപേക്ഷാ ഫോം പോലും ഇവിടെ ഇല്ല. വരുന്നവരോട് എന്താ പറയാ? ഒരെണ്ണം കൊടുത്തുവിട്ട് ഫോട്ടോ കോപ്പി എടുത്തോണ്ട് വരാൻ പറയുമ്പോ വരുന്നവരുടെ മുഖം ഇങ്ങനെ ഇരിക്കും. കാഞ്ചനയ്ക്ക് ഒരു 10 ഫോട്ടോ കോപ്പി എടുത്തു വെച്ചൂടെ? സർക്കാർ കാര്യത്തിന് എന്റെ കയ്യിൽ നിന്ന് കാശ് കളയാൻ വയ്യ സാറേ. ഓഹോ, വേണ്ട. അത്യാവശ്യ കാര്യത്തിന് ചിലവാക്കാൻ എന്റെ കയ്യിൽ കാശുണ്ട്. 20 രൂപ. ഇതുകൊണ്ട് കിട്ടുന്നിടത്തോളം കോപ്പി എടുത്തോളൂ. അപ്പൊ ആഫീസിൽ ചെല്ലുമ്പോഴും പേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം പേഴ്സ് അവിടെ എവിടെയോ വെച്ച് മറന്നു എന്നുള്ളതാണ്. മിക്കവാറും അത് അവിടെ എവിടെയെങ്കിലും കാണും സാറേ. ഇല്ലുത്തമ്മ, കാഞ്ചനയ്ക്ക് പൈസ കൊടുത്തിട്ട് ഞാൻ പേഴ്സ് തിരിച്ച് ബാഗിൽ തന്നെയാണ് വെച്ചത്. ബാഗ് ഇവിടെ ഉണ്ടല്ലോ, പൈസ മാത്രം പോണ. സാറ് പിന്നെ ഒരാവശ്യത്തിനും ഈ പേഴ്സ് പുറത്തെടുത്തില്ല? വൈകിട്ട് ഓഫീസിൽ ഇറങ്ങാൻ നേരത്ത് പേഴ്സ് പുറത്തെടുത്തു. സാർ, എന്താണ്? ഒരു സഹായം ചെയ്യാമോ? ഒരു 500 ചില്ലറ തരാമോ? പോകുന്ന വഴി പ്രഭാരജന്റെ കടയിലൊന്ന് കയറണം. ചില്ലറില്ലാതെ ചെന്നാ അയാൾക്ക് ഭയങ്കര ദേഷ്യ. കൊള്ളാം. അതിലിങ്ങനെ നോക്കാൻ എന്തിരിക്കുന്നു സാറേ? അതെല്ലാം കൂടി ഒരു 50 രൂപ പോലും ഇല്ലല്ലോ. ഞാൻ ആ പച്ചക്കറി കടയിലൊന്ന് ചോദിക്കട്ടെ. കൊള്ളാം. അപ്പൊ വൈകിട്ട് സാർ ആഫീസിൽ നിന്ന് ഇറങ്ങുമ്പോ സാറിന്റെ കയ്യിൽ പേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ പേഴ്സ് എവിടെ പോവാനാണ്? സാറേ, പോരുന്ന വഴിക്ക് സാറിന് പൈസക്ക് എന്തേലും ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പലചരക്കടയിലെ കാശ് മെനിഞ്ഞാന്നേ ഞാൻ കൊടുത്തതാണല്ലോ. ഞാൻ വേറെ ഒരു സാധനവും ഇങ്ങനെ വാങ്ങിട്ടില്ല ഉത്തമ. എങ്കിൽ പിന്നെ പേഴ്സ് എന്തായാലും ഇവിടെ. ഉത്തമ, പേഴ്സ് വീണ്ടും ഞാൻ ബാഗിൽ നിന്ന് എടുത്തു.
ആ ബഷീർ, ആ സർ. ഇവിടെ വരൂ. ബഷീർ വില്ലേജ് ഓഫീസ് വന്നിരുന്നോ? വന്നിരുന്നു സർ. കരമടയ്ക്കാൻ വന്നതാ. എന്നിട്ട് കരമടച്ചോ? അടച്ചു. കരമടച്ച രസീത് കിട്ടിയോ? കുറച്ചു നേരം ഇരിക്കാൻ കാഞ്ചന സാർ പറഞ്ഞു. എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉള്ളതുകൊണ്ട് രസീത് പിന്നെ വാങ്ങിച്ചോളാന്നും പറഞ്ഞ് ഞാനിങ്ങി പോന്നു. എന്താവശ്യമുണ്ടെങ്കിലും കരമടച്ചാൽ രസീത് വാങ്ങണം. ബഷീർ അടച്ചത് 15 രൂപയാണെങ്കിലും ഈ രസീതിന് വലിയ വിലയുണ്ട്. പിടിക്ക്. അയ്യോ സാറ്. വരുന്ന വഴി ബഷീറിന്റെ വീട്ടിൽ കൊടുക്കാന്ന് പറഞ്ഞ എടുത്തതാണ്. പിടിക്ക്. വലിയ ഉപകാരം സാർ. ശരി. അത് ശരി. അതായത് ആ വളവ് വരെ പേഴ്സ് സാറിന്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ വെച്ച് കരമടച്ച രസീത് കൊടുത്ത് പേഴ്സ് തിരിച്ച് ബാഗിലിടുന്നു, തിരിച്ചിങ്ങോട്ട് പോരുന്നു. ഇനി എന്താണ് സാറേ സംശയം? പേഴ്സ് ഇതുവരെ കൊണ്ടുവന്നു എന്നുള്ള കാര്യം തെളിഞ്ഞില്ലേ? എന്റെ സാറേ, ആ വളവ് വരെ കൂടെ ഉണ്ടായിരുന്ന പേഴ്സ് പിന്നെ എവിടെ പോയി? അത് ശരിയാണല്ലോ. അപ്പൊ പേഴ്സ് ഇവിടെ ഉണ്ടെന്ന് ഉറപ്പാ? എന്താ സാറേ? പേഴ്സ് എവിടെ എനിക്ക് പിടി കിട്ടി. എവിടെയാ? ഇന്നലെ വൈകിട്ട് ഉത്തമ, അതാ ബെഡ്റൂമിലെ കണ്ണാടി എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് സാർ പറഞ്ഞത് ഈ വീട് മുഴുവനും തപ്പിയെന്ന്? അതല്ല ഉത്തമ, സാധാരണഗതിയില് ഞാനിവിടെ വന്നാൽ ആ ബാഗിൽ നിന്ന് പേഴ്സ് കയ്യിലെടുക്കാറില്ല. ഇന്നലെ ഒരു കണക്കെഴുതാൻ വേണ്ടി മാത്രം പേഴ്സ് കയ്യിലെടുത്തു. അപ്പൊ ഇനി സാറിന്റെ പ്രശ്നം തീർന്നല്ലോ. ഇനി ആ രാമൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ആലോചിച്ചുകൂടെ? അതവിടെ നിൽക്കട്ടെ. ബെഡ്റൂമിൽ വെച്ചിരുന്ന പേഴ്സ് എനിക്ക് കിട്ടി. ഉത്തമ, ഈ പേഴ്സിന് വേണ്ടിയാണ് മോഹനേഷ് സാർ ഇന്ന് രാവിലെ എന്റെ സമയം കളഞ്ഞതും മെക്കിട്ട് കയറിയതും. ഞാൻ ഈ പേഴ്സ് എവിടെയോ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു എന്നാണ് സാറ് പറഞ്ഞത്. ഇപ്പോഴെന്ത് പറയുന്നു? പേഴ്സ് ഞാൻ തരാം, വരട്ടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഉത്തമ, ഈ പേഴ്സിന്റെ പേരിലുള്ള ബഹളമൊന്നും കണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഇതിനകത്ത് ആന പുഴുകുന്നൊന്നും ഇരിപ്പില്ലാന്ന്. നോക്ക്, 30 രൂപ. അയ്യോ, 30 രൂപ എന്ന് മാത്രം പറഞ്ഞൂടാ, വലിയൊരു രേഖ ഇതിനകത്ത് കണ്ടോ. ഇതെങ്ങാനും നഷ്ടപ്പെട്ടു പോലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് മോഹനേട്ടൻ പറഞ്ഞത്, ഈ പേഴ്സ് നഷ്ടപ്പെട്ടാൽ പ്രശ്നമാവും. ഞാൻ വായിക്കാം. അരി 5 കിലോ, ഉഴുന്ന് 1 കിലോ, കടല 1/2 കിലോ, പരിപ്പ് 1/2 കിലോ, ഉലുവ 500 ഗ്രാം, മുളക് 1 കിലോ, മല്ലിപ്പൊടി, തേയില, കാപ്പിപ്പൊടി, അങ്ങനെ പോന്നു. ഇത്രയേ ഉള്ളു കാര്യം. ഇതിനാണ് രാവിലെ തൊട്ട് മോഹനേഷ് സാറിനെ മെനക്കെടുത്തത്. എന്റെ പൊന്നേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ വക്കീലെ? പിന്നെ വക്കീലെ, ആ രാമൻകുട്ടിയുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ കാര്യം സാറിനെ ഒന്ന് ഓർമ്മിപ്പിക്കണേ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പേ സംഘടിപ്പിച്ചു കൊടുക്കാൻ ഞാൻ ഏറ്റതാ. ഓക്കെ. വില്ലേജ് ഓഫീസറെ, ഇതെന്തു പറ്റി? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞതാണോ മോഹനേട്ട കുറ്റം? ഈ പേഴ്സിനും അതിലിരിക്കുന്ന 30 രൂപയ്ക്കും ഈ പലചരക്ക് ലിസ്റ്റിനും വേണ്ടി മോഹനേട്ടൻ രാവിലെ എത്ര സമയം കളഞ്ഞു? എന്തുമാത്രം ഊർജം ചെലവാക്കി? സത്യത്തിൽ ഈ പേഴ്സ് 30 രൂപ അങ്ങ് പോയിരുന്നെങ്കിൽ പോലും അത്രയും നഷ്ടം ഉണ്ടാവുമായിരുന്നില്ല. ഇതാ മോഹനേട്ട ഞാൻ പറയുന്നത്, ഒരു കാര്യത്തിന് അത് അർഹിക്കുന്ന ഗൗരവമേ കൊടുക്കാവൂന്ന്. ഞാൻ ഈ 30 രൂപയ്ക്കും ഈ ലിസ്റ്റിന് വേണ്ടിട്ടല്ല പേഴ്സ് അന്വേഷിച്ചത്. പിന്നെ ഇതിൽ വേറൊന്നുമില്ല. നീ പറഞ്ഞത് ശരിയല്ല. ഇതിനകത്തൊരു സാധനമുണ്ട്. എന്ത് സാധനം? ഇത് നീ എനിക്ക് പണ്ട് തന്നതാ, ഓർമ്മയുണ്ടോ?
പ്രാർത്ഥന മോഹനട്ടേത്. ഇത് എത്ര നേരമായി തുടങ്ങിയിട്ട്? ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ ഇന്ന് ആദ്യത്തെ 10 റാങ്കിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാലേ രക്ഷയുള്ളൂ. ഈശ്വര സഹായിച്ചാൽ മാത്രമേ നടക്കൂ. എന്റെ മോഹനട്ടാ, കൊച്ചുകുട്ടികൾ വാർഷിക പരീക്ഷയ്ക്ക് പോകുമ്പോ പേടിക്കുന്നത് പോലെ ഇങ്ങനെ പേടിക്കില്ലേ? ദാ, എന്തായാലും പരീക്ഷയ്ക്ക് പോവുകയല്ലേ, ധൈര്യത്തിന് ഞാനൊരു സാധനം തരട്ടെ. കഴിഞ്ഞ ആഴ്ച വിദ്യാലക്ഷ്മി ഇവിടെ വന്നപ്പോ അവളുടെ മൊബൈൽ എടുത്ത ഫോട്ടോ ഇല്ലേ, ഓഫീസിലെ കമ്പ്യൂട്ടർ കയറ്റി പ്രിന്റ് എടുത്തതാ. കുഴപ്പമില്ല. ഇത് പേഴ്സിൽ വെച്ച് ഒരു സത്യഭാമായ നമഃ എന്നൊരു മന്ത്രം ചൊല്ലിയാ മതി. ഏത് പ്രശ്നം തീരും. ഭയങ്കര ശക്തിയുള്ള കൂടത്ര. സത്യഭാമായ നമഃ. അന്നു മുതൽ ഞാനത് കളഞ്ഞിട്ടില്ല. ഈ ഫോട്ടോ പേഴ്സിൽ വെച്ച് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതാൻ പോയതുകൊണ്ടാ ഞാൻ 1ാം റാങ്കിൽ പാസ്സായത്. പേഴ്സോ 30 രൂപയല്ല ഭാമി പ്രശ്നം. ഈ ഫോട്ടോ കയ്യിലുള്ളപ്പോ നീ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഇത് കയ്യിലില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊരു പേടി. എന്റെ മോഹനട്ടാ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എന്ന്? മോഹനട്ട അത് കാര്യമായിട്ട് എടുത്തു. മോഹനയുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ജയിച്ചതും വില്ലേജ് ഓഫീസർ ആയതൊക്കെ ഈ ഫോട്ടോ കാരണം അല്ല, മോഹനട്ടൻ കഷ്ടപ്പെട്ടിട്ടാ. ഇത് വെറും ഒരു ഫോട്ടോ, അതിനെന്ത് ശക്തിയുള്ളത്? നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് ആരുടെയും ആരോഗ്യത്തിനും ബുദ്ധിക്കും ദോഷം വരാത്തൊരു വിശ്വാസം. അതെത്ര അന്ധവിശ്വാസമാണെങ്കിലും കൊണ്ടു നടക്കുന്നതിൽ തെറ്റില്ല എന്ന്. നാസയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഉപഗ്രഹം വിക്ഷേപിക്കുമ്പോ കടല തിന്നാമെങ്കിൽ എനിക്ക് ഈ ഫോട്ടോയും കൊണ്ട് നടക്കാം. വില്ലേജ് ഓഫീസർ ആള് കൊള്ളാലോ. ഈ ഫോട്ടോ കയ്യിലുള്ളപ്പോ നീ എന്റെ കൂടെ ഉള്ള പോലെ തോന്നും. നീ കൂടെ ഉള്ളപ്പോ എനിക്ക് ഭയങ്കര ധൈര്യമില്ലേ? സത്യഭാമ പറഞ്ഞതുപോലെ ആരുടെയും ആരോഗ്യത്തിനും ബുദ്ധിക്കും തകരാറില്ലാത്ത ചില അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കാവുന്നതാണ്. പക്ഷേ മോഹനകൃഷ്ണൻ ആയതുകൊണ്ട് അത് അത്ര കണ്ട് വിശ്വസിക്കണ്ട. അന്ധവിശ്വാസം എപ്പോൾ ശാസ്ത്രീയമാകുമെന്ന് പറയാനാവില്ല. ഈ അന്ധവിശ്വാസ കഥ ഇവിടെ നിർത്തി ഇന്നത്തേക്ക് വിടാം.